ഒരു കഥ പറഞ്ഞു തരാം. ഇതാ പറയാൻ പോകുന്നത്. ഈ കഥ ഞാൻ എൻ്റെ ഭാവനയിൽ നിന്നും മെനഞ്ഞതല്ല. ചരക സംഹിത എന്ന് പറയുന്ന ഒരു പ്രാചീന ഗ്രന്ഥത്തിന്റെ ഉപോദ്ഘാതത്തിലുള്ളതാണ്. അത്രയും പറഞ്ഞുതരാം. ഈ ചരക സംഹിത എന്ന് പറയുന്നത് ആയുർവേദ ഗ്രന്ഥമാണ്. ആയുർവേദത്തിന് മുഖ്യമായും 3 ഗ്രന്ഥങ്ങളാണ് ഉള്ളത്. ഒന്ന് ചരക സംഹിത, ഒന്ന് സുശ്രുത സംഹിത, 3 വാഗ്ഭടീയം, 4ാമത് കാശ്യപം സംഹിത, ഹാരീത സംഹിത, അങ്ങനെ ഒരുപാട് പോകുന്നുണ്ട്. അതുപോട്ടെ, അതിൽ ഏറ്റവും പ്രാചീനമാണ് ചരക സംഹിത. ഈ ചരക സംഹിതയുടെ ഉപോദ്ഘാതത്തിലാണ് ഈ ഒരു കഥ വരുന്നത്. ശ്രദ്ധിക്കുക. അതായത് ഈ ചരക സംഹിതയിലെ ആചാര്യന്റെ പേര് അത്രി എന്നാണ്. അതായത് അത്രിയുടെ പുത്രനായ പുനർവസുവാണ് ചരക സംഹിതയിലെ പ്രധാനപ്പെട്ട കഥാപാത്രം. ആചാര്യൻ അദ്ദേഹം. അതുകൊണ്ട് അത്രിയുടെ പുത്രനായതുകൊണ്ട് അദ്ദേഹത്തിന് ആത്രേയ പുനർവസു. എന്താ പേരെന്താ? ആത്രേയ പുനർവസു. മഹാപണ്ഡിതനായിരുന്നു. അദ്ദേഹത്തിന്റെ ശിഷ്യന്റെ പേര് അഗ്നിവേശൻ. എന്താ പേര്? അഗ്നിവേശൻ. ഒരു ദിവസം ഇങ്ങനെ ധ്യാനത്തിലിരിക്കുന്ന സമയത്ത് അഗ്നിവേശൻ അപ്പുറത്തിരിക്കുന്നുണ്ട്. പെട്ടെന്ന് എന്തോ ഒരു ഭാവം ആവേശമാതിരി ഈ പുനർവസു ഒച്ചത്തിൽ ഇങ്ങനെ കരയാൻ തുടങ്ങി. അതായത് വളരെ പരിഭ്രമിച്ച് അയ്യോ അയ്യോ ആകെ ഭയപ്പെട്ട്. അപ്പോൾ ശിഷ്യൻ ചോദിച്ചു, എന്ത് നിങ്ങൾക്ക് പറ്റിയത്? അല്ല ഗുരുനാഥ, നിങ്ങൾക്ക് അങ്ങേക്ക് എന്തായി പറ്റിയത്? അങ്ങെന്താ? അപ്പോൾ അദ്ദേഹം പറയാണ്, നോക്കുക, ആയിരക്കണക്കിന് ലക്ഷക്കണക്കിന് രോഗങ്ങൾ മർത്യലോകത്തേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുന്നു. മനുഷ്യർ രോഗപീഠയാൽ ഇഹലോകത്തു നിന്നും പരലോകത്തു നിന്നും ഭ്രഷ്ടരാകും. 2 ലോകം. ഈ ഇഹാപര എന്നുള്ളത് നമ്മൾ ധരിച്ചു വെച്ചിട്ടുള്ളതും കുറച്ച് വ്യത്യാസമൊക്കെ ഉണ്ടാവും കേട്ടോ. അതൊക്കെ വഴി പറയാം. രോഗം വന്നാൽ ഇഹലോകത്ത് നിന്നും പരലോകത്ത് നിന്നും ഭ്രഷ്ടരാകും. എന്താ ഇഹ? ഇഹ എന്ന് പറഞ്ഞാൽ ഇവിടെ, പര എന്ന് പറഞ്ഞാലോ മരിച്ചു പോയാൽ. നാരായണ ഗുരുദേവൻ എന്നൊരു പറയുന്ന ഒരു മഹാമനുഷ്യനെ കുറിച്ച് കേട്ടിട്ടുണ്ടോ? മലയാളത്തിലാണ് കൂടുതൽ കൃതികൾ എഴുതിയിട്ടുള്ളത്. പണ്ഡിതനായിരുന്നു. മലയാളത്തിൽ എഴുതിയതുകൊണ്ട് മലയാളികൾക്ക് വലിയ വിലയൊന്നും ഇല്ലാണ്ടായിപ്പോയി. അദ്ദേഹത്തിന് ഒരു കൃതിയുണ്ട്, ആത്മോപദേശ ശതകം എന്നാ പേര്. ആത്മോപദേശ ശതകം. പരയുടെ പാലു നുകർന്ന ഭാഗ്യവാന്മാർക്കൊരു 10,000 ആണ്ടൊരൽപ്പനേരം പോൽ അറിവപര പ്രകൃതിക്കധീനമായാൽ അരനൊടിയായിരം ആണ്ടു പോലെ തോന്നും. കേട്ടില്ലല്ലോ? അപ്പോ ഇതില് ഗുരുദേവൻ പറയാണ്, പരയുടെ പാല് നുകർന്നവർ, പരയുടെ പാല് നുകർന്ന ഭാഗ്യവാന്മാർക്ക് എന്താണ് 10,000 ആണ്ട് ഒരു അല്പനേരം പോലെ. ഭാവനയാണ്, ശ്രദ്ധിക്കുക. അപ്പൊ മരിച്ചു കഴിഞ്ഞിട്ടാണോ പരയുടെ പാല് നുകരുക? അതോ ജീവിച്ചിരിക്കുവോ? ജീവിച്ചിരിക്കെ. അപ്പൊ മരിച്ചതിന് ശേഷമുള്ള രോഗത്തെ അല്ല പരലോകം എന്ന് പറയണത്. കണ്ണു തുറന്നാൽ കാണുന്ന ലോകം ശരീരത്തിന്റെയും മനസ്സിന്റെയും ലോകം ഇഹലോകമാണ്. കണ്ണടച്ചാൽ കാണുന്ന ആത്മലോകം പരയുടെ ലോകമാണ്. വിശദീകരിക്കേണ്ടതാണ്, തൽക്കാലം അത്രയും പറഞ്ഞു വെക്കുന്നു. ശ്രദ്ധിക്കുക. അപ്പോ ഇഹലോകത്ത് നിന്നും പരലോകത്ത് നിന്നും ഭ്രഷ്ടരാവും. അപ്പോ അഗ്നിവേശൻ ചോദിക്കുക, ഈ രോഗങ്ങൾ എന്താ വരാൻ കാരണം? നിർവസു പറയാ, പഞ്ചഭൂതങ്ങളും പ്രകോപിതങ്ങളാണ്. അതായത് പൃഥ്വി, അപ്പ്, തേജസ്, വായു, ആകാശം. അറിയാലോ, പഞ്ചഭൂതങ്ങളെ കുറിച്ച് കേട്ടിട്ടില്ലേ? പൃഥ്വി അതായത് ഭൂമി, അപ്പ് എന്ന് പറഞ്ഞാൽ ജലം, പിന്നെ പൃഥ്വി, അപ്പ്, തേജസ്, അഗ്നി, വായു, ആകാശം. ഈ 5 ഭൂതങ്ങളെ കൊണ്ടാണ് പ്രപഞ്ചം. ഈ 5 ഭൂതങ്ങളുടെയും ചേർച്ച, പഞ്ചീകരണം, പ്രകർഷേണ ഉത്തമമായ രീതിയിലുള്ള ചേർച്ച, അതിന് പ്രപഞ്ചം, പഞ്ചീകരണം, പ്രപഞ്ചം. മനസ്സിലാവുണ്ടോ? അപ്പോ പഞ്ചഭൂതങ്ങളും പ്രകോപിതങ്ങളാണ്. പഞ്ചഭൂതങ്ങൾ കോപിച്ചാൽ അവയ്ക്ക് അവയവയുടെ കർമ്മങ്ങൾ വേണ്ട രീതി നിർവഹിക്കാൻ പറ്റില്ല. പൃഥ്വിയുടെ ധാരണാശക്തി എല്ലാത്തിനെയും
സംരക്ഷിക്കാനുള്ള ശക്തി, ജലത്തിൻ്റെ ജീവനശക്തി, അഗ്നിയുടെ സ്ഫുരണശക്തി, വായുവിൻ്റെ പ്രാണശക്തി, ആകാശത്തിൻ്റെ ശ്രവണശക്തി, ഇതൊക്കെ നമ്മുടെ ഉള്ളിലുണ്ടെന്നാണ് പറയുന്നത്. യെസ്, ഇതെല്ലാം നമ്മുടെ ഉള്ളിലുണ്ട്, ഒരു സംശയം വേണ്ട. നല്ലൊരു ആയുർവേദ വിഷഗ്വരാണ്. ഇംഗ്ലീഷ് പഠിച്ച ആൾക്കാർ കാര്യം ഉണ്ടാവില്ല. നല്ല വല്ല വൈദ്യന്മാരെയും കണ്ടാൽ, പക്ഷെ പാരമ്പര്യക്കാരാണെങ്കിലോ ഈ വിപ്ലവാരിഷ് ഉണ്ടാക്കുന്നവരുമാണ്. മനസ്സിലായില്ല അല്ലേ? ഞങ്ങളുടെ നാട്ടിലൊക്കെ ഉണ്ട്. വൈകുന്നേരം ബീവറേജിൽ പോയി ക്യൂ നിൽക്കാൻ മടിയുള്ള ആൾക്കാർ ഇവിടെ പോവുക, പാരമ്പര്യകരത്താണ് പോവുക. അപ്പോൾ ഈ പറയുന്ന ശരീരത്തിലുള്ള പഞ്ചഭൂതങ്ങൾ പ്രകോപിതങ്ങളായാൽ എന്താ സംഭവിക്കുക? ശരീരം മെലിയുന്നു, ഉന്മേഷം കുറയുന്നു, ശ്വസനം ക്ഷയിക്കുന്നു, ബധിരത വരുന്നു, ആന്ധ്യം വരുന്നു. പഞ്ചഭൂതങ്ങളാണ്. പഞ്ചഭൂതങ്ങൾ പ്രകോപിതങ്ങളാകുമ്പോൾ സംഭവിക്കുന്ന കാര്യങ്ങൾ. അപ്പൊ ചോദിക്കാം, ഈ പഞ്ചഭൂതങ്ങൾ കോപിക്കപ്പ കാരണം എന്താ? വിദ്യകൾ കോപിക്കേണ്ട കാര്യം എന്താ ഉള്ളത്? അപ്പൊ ചോദിക്കാം, ധർമ്മച്യുതി കൊണ്ട് വർണ്ണാശ്രമങ്ങൾ നഷ്ടമാകുന്നു, യജ്ഞയാഗാദികളിൽ ലോപം വരുന്നു. അവസാനത്തെ വായിക്കണ്ട. മനുഷ്യർ മാംസാഹാരം കഴിക്കാൻ തുടങ്ങുന്നു. അതിന്റെ അർത്ഥം പറഞ്ഞല്ലോ. അപ്പോൾ ഒരു കാലം ഉണ്ടായിരുന്നു ഭാരതത്തിൽ, ഏത്? ഇതൊന്നും കഴിക്കാത്ത കാലം. ശരി, അതുകൊണ്ട് അവസാനം വായിക്കേണ്ടെന്ന് പറഞ്ഞത്. അപ്പോൾ രോഗങ്ങൾ വരുന്ന വഴിയെക്കുറിച്ചാണ് അഗ്നിവേശൻ പറയുന്നത്, അല്ല ആത്രേയ പുനർവസു പറയുന്നത്. ശരി, ശ്രദ്ധിക്കുക. എന്താണ്? വേദപഠനം നിൽക്കുന്നു. വേദധ്വനി കൊണ്ട്, ശ്രദ്ധിക്കണം, ഇത് എൻ്റെ വാക്യമല്ല, ചാണക്യൻ്റെയാണ്. വേദമന്ത്രധ്വനി കൊണ്ട് അന്തരീക്ഷം പവിത്രമാകുന്നു. ഹോമം കൊണ്ടുള്ള ആ ധൂമം, പുകയുണ്ടല്ലോ, ഏതാണ്? വായു പവിത്രമാകുന്നു. അതായത് വേദമന്ത്രങ്ങളും ഹോമങ്ങളുടെ ധൂപങ്ങളും ഇല്ലാത്ത വീട് ശ്മശാനമാണ്. എൻ്റെ വാക്കല്ല, ആചാര്യ ചാണക്യൻ്റെ, കൗടല്യൻ്റെ വാക്കാണ്. അഗ്നിവേശൻ ചോദിക്കുക, ഈ എന്തുകൊണ്ടാണ് ഈ ധർമ്മ വിപ്ലവം ഉണ്ടായത്? ഈ ധർമ്മം ച്യുതി എന്തുകൊണ്ടാണ് കാരണം? ജനങ്ങളിൽ ഭോഗാസക്തി കൂടി, മനസ്സ് രാഗദ്വേഷ കലുഷിതമായി, ഇന്ദ്രിയ സംയമം ഇല്ലാതെയായി, സന്ധ്യാവന്ദനാദികൾ അത് ചെയ്യുന്നതിൽ വൈമുഖ്യം. പണ്ടൊക്കെ കുട്ടിക്കാലത്ത് കുട്ടികൾ നാരായണ 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 നമ ശിവായ നമ ശിവായ നമ ശിവായ നമ ശിവായ നമ ശിവായ. ഇപ്പൊ നമശിവായ ഏതെങ്കിലും ആചാര്യനെ കണ്ട് കുട്ടികൾ പെട്ടെന്ന് നമശിവായ ചൊല്ലുമ്പോഴായിരിക്കും അമ്മയ്ക്ക് എന്ത് വരും? അമ്മയ്ക്ക് അപ്പം സന്ധ്യാദി പെടണം, അല്ലെങ്കിൽ എന്താ 6:30 കുറെ ഉണ്ടല്ലോ പരിപാടികളുണ്ടല്ലോ. അപ്പൊ 6:30 മുതൽ തന്നെ തുടങ്ങുന്നുണ്ട്. 6:30 മുതൽ 10:30 വരെ ഒരു വീട്ടിൽ കയറി ചെല്ലാൻ പേടിയാ. വീട്ടിൽ കയറി ചെന്നാൽ അവിടുത്തെ വല്യമ്മ വരെ നോക്കും, ഇട്ടായിട്ടില്ല. പിന്നെ ഇപ്പൊ ഹോട്ട്സ്റ്റാറിലോട് ഒരു സമാധാനം ഉണ്ട്, പിന്നെ കാണാം. ഭയങ്കര ബുദ്ധിമുട്ടാത്, വീട്ടിൽ കയറി ചെല്ലാൻ പറ്റില്ല വൈകുന്നേരം. അപ്പോൾ ഈ സന്ധ്യാവനൊന്നും ഇല്ല. അപ്പോൾ ശരി, അപ്പോൾ സന്ധ്യാവന്ദനങ്ങളിൽ വൈമുഖ്യം, ജനങ്ങളിൽ ഭോഗാസക്തി കൂടി, മനസ്സ് രാഗദ്വേഷ കലുഷിതമായി, ഇന്ദ്രിയ സംയമം എന്നൊന്നും ഇല്ല തന്നെ. വ്രതങ്ങളുണ്ട് ഇല്ലേ നമുക്ക്? ഇപ്പൊ ഷഷ്ടി വ്രതം കഴിഞ്ഞു, ഇപ്പൊ ശിവരാത്രി വരാൻ പോവാണ്, നവരാത്രി വ്രതം കഴിഞ്ഞു. അപ്പൊ ഈ നവരാത്രിക്കും ശിവരാത്രിക്കൊക്കെ നമ്മളോട് പറയും ആഹാരം ഉപേക്ഷിച്ച് ജലപാനം മാത്രം ചെയ്ത്, അല്ലെങ്കിൽ ജലവും ഉപേക്ഷിച്ച്, അല്ലെങ്കിൽ ഫലാഹാരം കഴിച്ച്, അല്ലെങ്കിൽ എൻ്റെ ശിഷ്യന്മാരോട് ഞാൻ പറയാറുണ്ട്, ഈ നവരാത്രി കാലത്ത് 9 ദിവസം ഉപ്പ്, മുളക്, പുളി, മധുരം ഒന്നും 6 രസം കഴിക്കാൻ പാടില്ല. പിന്നെ കഴിക്കുക ഇതൊന്നും ഇല്ലാണ്ട് ഈ 6 രസം ഇല്ലാണ്ട്, പച്ചമുളകൊന്നും കൂടി ഇല്ലാണ്ട് എങ്ങനെ ചോറുണ്ണ? അല്ലെങ്കിൽ ഉപ്പിലിട്ടില്ലാണ്ട് എങ്ങനെ ചോറുണ്ണ? അതെന്താ അറിയോ? രസന എന്ന് പറയുന്ന ജിഹ്വ, നാവ്, അതായത് രസത്തെ ആത്മാവിലേക്ക് എത്തിക്കുന്നതിൽ മുഖ്യ പങ്കുള്ളത് കൊണ്ട് രസന. മനസ്സിലായില്ല? രസത്തെ ആത്മാവിലേക്ക് എത്തിക്കുവാൻ മുഖ്യ പങ്കുള്ളത് കൊണ്ട് രസന. അപ്പോൾ ആത്മാവിലേക്ക് രസത്തെ എത്തിക്കുന്നത് ഈ ഉപ്പിലിട്ടതാണോ? തീർച്ചയായിട്ടും അല്ല, മറ്റെന്തോ ആണ്. അതെന്താണ്? ജ്ഞാനമാണ്, മന്ത്രമാണ്, വാക്കാണ്, വേദമാണ്. അപ്പോൾ ഒരു ജപമാണ്. ആത്മാവ് അതിന്റെ രസത്തെ കണ്ടെത്തുന്നത് ജപസാധനകളിലൂടെയാണ്. അതുകൊണ്ട് ദേവൻ പറഞ്ഞത് യജ്ഞാനാം ജപയജ്ഞോസ്മി, യജ്ഞങ്ങളിൽ ഞാൻ ജപയജ്ഞമാണെന്ന് ഭഗവത്ഗീത 10-11 വിഭൂതി യോഗം അല്ലെ, 10ാമത്തെ ചാപ്റ്റർ.
10-ാമത്തെ അധ്യായം വിഭൂതി യോഗത്തിൽ പറയാണ്, യജ്ഞങ്ങളിൽ ഞാൻ ജപയജ്ഞങ്ങളാണ്. ശരി, അപ്പോ ശ്രദ്ധിക്കുക, ഉപ്പ്, മുളക്, പുളി തുടങ്ങിയിട്ടുള്ള തീവ്രരസങ്ങൾ സ്ഥിരമായി പരിചയിച്ചിട്ടുള്ള നാവിന് ജപിക്കാൻ ഇഷ്ടമല്ല. അപ്പൊ 10 ഗായത്രി ജപിക്കുന്നതിന് 11ാമത് ജപിക്കുന്നതിന് ഉറക്കം വരും. ഒരു സംശയമില്ല. നിങ്ങൾ നോക്കിക്കോ, ഒരു സംശയം. നിങ്ങൾ നാളെ മുതൽ ഞാൻ പറയാം 108 ഗായത്രി ജപിക്കണം. അദ്ദേഹം പറഞ്ഞല്ലേ, ജപിച്ചേക്കാം 108 ഗായത്രി. അപ്പൊ രാഗ് ഓം ഭൂർഭുവ സ്വസ്തി 10ാമത്തെ ആകുമ്പോൾ തന്നെ അങ്ങനെ അറിയാണ്ട് എങ്ങനെയാണ് പോകും. ശരീരം അതിന്റെ ലയത്തെ വീണ്ടെടുക്കും. മനസ്സിലേ? ഉറങ്ങിയിരിക്കും. എന്തുകൊണ്ടാ? ഇഷ്ടമല്ല മൂപ്പർക്ക്. ആർക്ക്? നാവിന് ഇഷ്ടമല്ല. നിങ്ങൾ ജപിക്കുന്നത് നിങ്ങളുടെ നാവിന് ഇഷ്ടമല്ല. സോ നാവിൻ്റെ ശാന്തിയെ, വാക്കിൻ്റെ ശാന്തിയെ വീണ്ടെടുക്കുവാൻ വേണ്ടി രസങ്ങളെ ഒന്ന് മാറി നിൽക്കും. അതിനായി ഈ വ്രതങ്ങൾ, അല്ലാണ്ട് നിങ്ങളെ പീഡിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള അല്ല. മനസ്സിലാവുണ്ടോ? ഈ ശിവരാത്രി എടുക്കുക. ശരി, ജനങ്ങളിൽ ഭോഗാസക്തി കൂടി. ശരി, അപ്പൊ ചോദിക്കുകയാണ്, ഈ ഭോഗാസക്തി കൂടാൻ കാരണം ഇപ്പം എന്താ? അടുത്ത ചോദ്യ, ഭോഗാസക്തി കൂടാൻ കാരണം എന്താ? അടുത്ത പ്രധാനപ്പെട്ട ഉത്തരം പറയാണ്, വിചാരഹീനത കൊണ്ടുള്ള ചിത്തചാഞ്ചല്യം. വിചാരഹീനത കൊണ്ടുള്ള ചിത്തചാഞ്ചല്യം. വീണ്ടു വിചാരമില്ലാതെ പെരുമാറുന്നവന് പറയുന്ന പേര് ഇന്ന് മനുഷ്യൻ. വീണ്ടും വിചാരത്തോടുകൂടിയല്ലേ പെരുമാറുക. ഇൻസ്റ്റിങ്ക്റ്റീവ് റിയാക്ഷനാണ് മൃഗങ്ങൾക്ക് പറഞ്ഞിട്ടുള്ളത്. അതിനെയാണ് ശൂദ്രത്വം എന്ന് പറയുന്നത്. ജന്തു തദ്ഭാവം ശൂദ്രത്വം. നമ്മളിപ്പോൾ നമ്മുടെ ബിഹേവിയറിൽ പാറ്റേൺ എടുത്ത് നോക്കിയാൽ അറിയാം, അതെല്ലാം ബുദ്ധിയുടെ മാർക്ക് അതിലുണ്ടാവില്ല. സ്വാമി ചിന്മയാനന്ദം പറയാറുണ്ട്, യുവർ വേർഡ് ഷുഡ് ബിയർ ദ മാർക്ക് ഓഫ് യുവർ ഇന്റലക്ട്. സ്വാമി ചിന്മയാനന്ദന്റെ വാക്കുകളാണ്, എൻ്റെ അല്ല. അതില്ല, എല്ലാം ഇൻസ്റ്റിങ്ക്റ്റീവ് റിയാക്ഷനാണ്. ശ്രദ്ധിക്കുക. അതിന് അത് മനുഷ്യന്മാർക്ക് പറഞ്ഞിട്ടുള്ളതല്ല, അത് മൃഗങ്ങൾക്ക് പറഞ്ഞിട്ടുള്ളതാണ്. അതുകൊണ്ട് വിചാരഹീനത കൊണ്ടുള്ള ചിത്തചാഞ്ചല്യമാണ് ഭോഗാസക്തി കൂടുവാൻ കാരണം. ആത്രേയ പുനർവസുവിന്റെ വാക്കുകളാണ്. അപ്പോൾ അഗ്നിവേശൻ ചോദിക്കുകയാണ്, മനുഷ്യർ വിചാരഹീനനാവുന്നതിന് കാരണം എന്താ? എന്തുകൊണ്ടായി വിചാരിക്കാത്തത്? വേണ്ടത്ര വിചാരിച്ച് പ്രവർത്തിക്കാത്തത് എന്തുകൊണ്ടാണ്? വിവേകശൂന്യത. അതായത് നല്ലതേത്, ചീത്തതേത്, സ്ഥിരമേത്, ക്ഷണികമേത്, ഏത് ഗുണം, ഏത് ദോഷം എന്ന വിവേകം നഷ്ടമാകും. അപ്പോൾ എന്താ വിവേകത്തിന് വഴി? വേദശാസ്ത്ര അധ്യയനം, സത്സംഗം. ഇത് രണ്ടും ഇല്ലാതെയാവുന്നു. റൈറ്റ്. അപ്പോൾ അവസാനം അഗ്നിവേശന് പ്രാന്തായി. എന്ത് ചോദിച്ചാലും ഗുരുവിന് മറുപടി പറയും. എന്നാൽ അവസാനത്തെ ഒടുക്കത്തിന് മറുപടി ഉണ്ടാവുമല്ലോ. ഈ പറയാൻ ചോദിക്കുക. അപ്പോൾ അവിവേകം മുതൽ വിനാശം വരെയുള്ള അനർത്ഥ പരമ്പരകളുടെ മൂലകാരണം ഇവിടെ നിന്നാണ് ചരക സംഹിത ആരംഭിക്കുന്നത്. പറയാണ്, പ്രജ്ഞാപരാദോഹി മൂലം സർവരോഗാണാം. പ്രജ്ഞയിൽ, ബുദ്ധിയുടെ ദ ഫോർത്ത് പ്ലെയിൻ ഓഫ് ദ ഇന്റലക്ട്, പ്രജ്ഞ പറഞ്ഞ ഓർമ്മയുണ്ടല്ലോ. ആ പ്രജ്ഞയിൽ സൂക്ഷ്മമായ ബുദ്ധിയിൽ സംഭവിക്കുന്ന അപരാധമാണ് സകല രോഗങ്ങൾക്കും മൂലകാരണം. വ്യക്തമുണ്ടോ? ഞാൻ പറഞ്ഞിട്ടുള്ളതല്ല, ആത്രേയ പുനർവസുവിന്റെ വാക്കുകളാണ്. പ്രജ്ഞാപരാദോഹി മൂലം സർവരോഗാണാം. സോ ദെൻ ദ ക്വസ്റ്റ്യൻ, എന്താണ് പ്രജ്ഞ? അതായത് ബുദ്ധിയുടെ ആത്യന്തികമായ ആ തലത്തിൽ സംഭവിക്കുന്ന അപരാധത്തിന് then what could be the solution if at all? അതിൽ വല്ല സൊല്യൂഷനും ഉണ്ടെങ്കിൽ അതെന്തായിരിക്കാം? ഇതാണ് ചിന്തിക്കേണ്ട വിഷയം. എന്താ പ്രജ്ഞാപരാധം കൊണ്ട് സംഭവിക്കുന്നത്? ശാസ്ത്രവും സത്തുക്കളും അവഹേളിക്കപ്പെടുന്നു. ഇപ്പോൾ നമ്മുടെയൊക്കെ ഒരു സ്വഭാവം, നമ്മളൊക്കെ വളരെ സിവിലൈസ്ഡ് കമ്മ്യൂണിറ്റിയാണെന്നാണ് പറയുന്നത്. നമ്മളൊക്കെ എത്രത്തോളം സിവിലൈസ്ഡ് ആണെന്ന് അറിയണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഓരോരുത്തരും ഫേസ്ബുക്ക് പേജ് നോക്കിയാൽ മതി. ഓരോരുത്തർ പുതിയ പുതിയ തെറികൾ കണ്ടുപിടിച്ചുകൊണ്ടിരിക്കുക. ഇപ്പൊ ഏതോ ഒരു മേനോൻ ഒരു മനുഷ്യൻ ആരോ എന്തോ ചെയ്തു പറഞ്ഞിട്ട് അയാളുടെ അച്ഛനെ വിളി, അമ്മയ്ക്ക് വിളി, ഭാര്യയ്ക്ക് വിളി, മക്കൾക്ക് വിളി. ഇവർ ഇന്ന് സത്യം എന്താണെന്ന് അറിഞ്ഞിട്ടാണോ? വിളിയോട് വിളിയാ. അതായത് മറ്റേ ഒന്നും പറയില്ല,
മഹാകഷ്ടമാണ്, അത്രേ പറയുള്ളൂ. വളരെ ഇപ്പോൾ സിവിലൈസ്ഡ് തെറിയ, ഒന്ന് ആലോചിച്ച് നോക്കുക. അപ്പോൾ എന്താ പറയാൻ കാരണം വെച്ചാൽ, ഒരു ഏതാനും വർഷങ്ങൾക്ക് മുമ്പ് കേരളത്തിൻ്റെ പഴയ ചീഫ് സെക്രട്ടറി ആയിരുന്നു എന്താ CP നായർ, കേട്ടിട്ടുണ്ടോ അറിയില്ല, തിരുവനന്തപുരത്താണ് അദ്ദേഹം. CP നായർ ദേവസ്വം സെക്രട്ടറി ആയിരുന്നു ഒരു കാലത്ത്. അദ്ദേഹം അമൃതാനന്ദമയി അമ്മയെ ദണ്ഡനമസ്കാരം ചെയ്തു ഒരിക്കൽ. അത് ഫോട്ടോ സർക്കുലേറ്റ് ചെയ്തിരുന്നു വ്യാപകമായിട്ട്. അതിന് ആ CP നായർ കേൾക്കാത്ത തെറിയില്ല. ശത്രുക്കളെ കണ്ടാൽ നാണമില്ലാതെ നമിക്കണം എന്നാണ് പൂന്താനം എന്നെ പഠിപ്പിച്ചിട്ടുള്ളത്. ആണോ അല്ലയോ? നമ്മളൊക്കെ ജ്ഞാനപ്പാന ചൊല്ലുന്നവരല്ലേ? മഹാഗുരുക്കന്മാരെയും ദിവ്യഗുരുക്കന്മാരെയും കണ്ടാൽ നാണം വിട്ടും നമിക്കണം എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പൊ നാണം വിട്ടു നമിച്ച ഒരു വ്യക്തിയാണ് ലോകം മുഴുവൻ തെറി പറഞ്ഞ് അവസാനിപ്പിക്കുന്നത്. നമ്മുടെയൊക്കെ എവിടെ എത്തി നമ്മൾ? അപ്പൊ ശാസ്ത്രവും സത്തുക്കളും അവഹേളിക്കപ്പെടുന്നു. അവിവേകി പ്രത്യക്ഷത്തിൽ മാത്രം വിശ്വസിക്കുന്നു. തെളിവുണ്ടോ? പ്രത്യക്ഷമാണ് തെളിവെന്ന് എങ്ങനെയാ പറയുക? ഗുണദോഷ വിചാരങ്ങൾ നഷ്ടമാകുന്നു, അവിശ്വാസവും ഭോഗാസക്തിയും വളരുന്നു. പുണ്യമെന്ത് പാപമെന്ത് എന്ന് വിചാരം നഷ്ടപ്പെടുന്നു, ധർമ്മച്യുതി. അവസാനം പറയാ പതന്തി നരകേഷു ചാവൂ, നരകത്തിൽ പതിക്കുന്നു. സോ അൺഫോർച്ചുനേറ്റ്ലി അല്ലെങ്കിൽ ഫോർച്ചുനേറ്റ്ലി മരിച്ചതിന് ശേഷം നമ്മളെ കൂച്ചിടാൻ ഒരു നരകം അവശേഷിച്ചിട്ടില്ല നമ്മുടെ ഇവിടുത്തെ ഭാരതീയമായ ഗ്രന്ഥങ്ങളിൽ. ബുദ്ധിയുടെ 4ാമത് തലമായ പ്രജ്ഞയിൽ സംഭവിക്കുന്ന അപരാധമാണ് സകല രോഗങ്ങൾക്കും കാരണം എന്ന് പറയുമ്പോൾ വാട്ട് കുഡ് ബി ദ സൊല്യൂഷൻ? ദ ഓൺലി സൊല്യൂഷൻ, ധിയോ യോ നഃ പ്രചോദയാൽ, ഞങ്ങളുടെ ബുദ്ധികളെ പ്രകാമം പ്രചോദിപ്പിക്കണേ എന്ന് പ്രാർത്ഥിക്കുന്ന ഗായത്രി, ദാറ്റ് ഇസ് ഓൺലി സൊല്യൂഷൻ. എൻ്റെ അല്ല, ഋഷിയുടെയാണ്. ധിയോ യോ നഃ പ്രചോദയാൽ, അതിനാണ് ഗായത്രി. ശ്രദ്ധിക്കുക, പ്രജ്ഞയിൽ സംഭവിക്കുന്ന അപരാധങ്ങളെ വേരോടുകൂടി പിഴുതു കളയണം ഗായത്രി.